എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവനന്തപുരം മുതൽ ലോകകപ്പ് വേദി വരെ നീണ്ട ഒരു സ്വപ്നയാത്ര, ഒരു പിതാവിന്റെ അതിരില്ലാത്ത ത്യാഗവും ഒരു മകന്റെ അനന്തമായ പരിശ്രമവും ഒടുവിൽ ചരിത്രമെഴുതുന്ന നിമിഷത്തിലേക്ക് എത്തിച്ച കഥ. ഇന്ന് ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ താരമായ സഞ്ജു സാംസൺ ലോകകപ്പ് വേദിയിൽ കാഴ്ചവെച്ച അത്ഭുതകരമായ പ്രകടനം ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ആ വിജയത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വെറും റൺസുകളുടെ കഥയല്ല, അത് വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിന്റെ കഥയാണ്. ലോകകപ്പ് 2026 ഫൈനലിൽ സഞ്ജു സാംസൺ ബാറ്റുമായി ഇറങ്ങിയപ്പോൾ അതൊരു സാധാരണ മത്സരമല്ലായിരുന്നു. ഇന്ത്യയുടെ പ്രതീക്ഷകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ചുമലിലായിരുന്നു. ആ നിമിഷത്തിൽ അദ്ദേഹം കാഴ്ചവെച്ച ആത്മവിശ്വാസവും ആക്രമണാത്മക ബാറ്റിംഗും ആരാധകരെ ആവേശത്തിലാഴ്ത്തി. ടൂർണമെന്റിലുടനീളം വെറും 5 മത്സരങ്ങളിൽ നിന്നായി 321 റൺസ് നേടുകയും അതിൽ 24 സിക്സുകൾ അടിച്ചുമാറ്റുകയും ചെയ്ത അദ്ദേഹത്തിന്റെ പ്രകടനം ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചു. വലിയ ബൌളർമാർ പോലും അദ്ദേഹത്തിന്റെ പവർ ഹിറ്റിംഗിന് മുന്നിൽ തളർന്നു. ഓരോ തവണയും ടീം ഇന്ത്യയ്ക്ക് വേഗത്തിൽ റൺസ് ആവശ്യമായപ്പോൾ അല്ലെങ്കിൽ വലിയ കൂട്ടുകെട്ട് വേണമെന്നപ്പോൾ സഞ്ജു സാംസൺ തന്നെ മുന്നോട്ട് വന്നു. ഫൈനലിലെ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് മത്സരം ഇന്ത്യയുടെ ഭാഗത്തേക്ക് തിരിച്ചുമാറ്റിയ ഒരു നിർണായക നിമിഷമായിരുന്നു. അതുകൊണ്ടുതന്നെ ലോകകപ്പ് 2026 ഏറ്റവും മികച്ച താരമായി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ബഹുമതി അദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ ഈ ബഹുമതിക്ക് ശേഷം സംഭവിച്ചതാണ് രാജ്യത്തുടനീളം കൂടുതൽ ചർച്ചയായത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ജുവിന്റെ അതുല്യ പ്രകടനത്തെ അഭിനന്ദിച്ച് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് 1 കോടി രൂപയുടെ പാരിതോഷികവും കൂടാതെ കേരള പോലീസിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന അത്യന്തം പ്രതിഷ്ഠയുള്ള പദവിയും നൽകുമെന്ന് പ്രഖ്യാപിച്ചതായി വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരിക്കുകയാണ്. ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നായി ഇതിനെ പലരും വിലയിരുത്തിയിരിക്കുകയാണിപ്പോൾ. കാരണം ഇത് വെറും സാമ്പത്തിക സഹായമല്ല, ഒരു താരത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്ന സർക്കാർ അംഗീകാരവുമാണ്. പക്ഷേ ഈ മഹത്തായ ബഹുമതിയിലേക്ക് എത്തിച്ച യാത്ര എത്രത്തോളം കഠിനമായിരുന്നുവെന്നറിയുമ്പോഴാണ് സഞ്ജു സാംസന്റെ കഥ യഥാർത്ഥത്തിൽ നമ്മെ സ്പർശിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ സഞ്ജുവിന്റെ ബാല്യകാലത്തിന്റെ വലിയൊരു ഭാഗം ഡൽഹിയിലാണ് കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ പിതാവ് സാംസൺ വിശ്വനാഥ് ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായി ജോലി ചെയ്തിരുന്നു. അമ്മ ലിജി സാംസൺ കുടുംബത്തെ നന്നായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും മകന്റെ സ്വപ്നം ഒരിക്കലും അകറ്റിപ്പിടിച്ചില്ല. സഞ്ജുവിന്റെ ബാല്യകാലം ആഡംബരങ്ങളാൽ നിറഞ്ഞതല്ലായിരുന്നു. ഡൽഹിയിൽ ക്രിക്കറ്റ് പരിശീലനം എടുക്കുന്നതിനായി ദിവസവും ദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. വലിയതും ഭാരമുള്ളതുമായ കിറ്റ് ബാഗുമായി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചുവിടാൻ കൂടെ വരുന്ന അച്ഛനും സഹോദരനും. ചിലപ്പോൾ ബസ് വൈകും, ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ ആളുകൾ പരിഹസിക്കും. നോക്കൂ, സച്ചിനും അവന്റെ അച്ഛനും സഹോദരനും പോകുന്നു എന്നിങ്ങനെ ചിലർ പരിഹസിച്ചിരുന്നുവെന്ന് സഞ്ജു പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ചെറുപ്പക്കാരന്റെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നെങ്കിലും ആ പരിഹാസം തന്നെ ഒരു ദിവസം വലിയ നേട്ടമായി മാറുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. അവസാനമായി സഞ്ജുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിച്ചത് മറ്റൊരു നിർണായക തീരുമാനത്തിലൂടെയാണ്. ഡൽഹിയിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ തന്റെ മകന്റെ ഭാവിക്കായി സാംസൺ വിശ്വനാഥ് ഒരു അത്യന്തം ധൈര്യമായ തീരുമാനമെടുത്തു. അദ്ദേഹം ഡൽഹി പോലീസ് ജോലിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു. മുഴുവൻ കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് കുടിയേറി. അതൊരു കുടുംബത്തിനും എളുപ്പമായ തീരുമാനമല്ല. സ്ഥിരമായ ജോലി ഉപേക്ഷിച്ച് ഒരു മകന്റെ സ്വപ്നത്തിൽ മുഴുവൻ വിശ്വാസം വയ്ക്കുക എന്നത് അസാധാരണമായ ധൈര്യമാണ്. എന്നാൽ അതേ തീരുമാനം തന്നെയാണ് പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം മാറ്റിയ ഒരു വഴിത്തിരിവായി മാറിയത്. കേരളത്തിലേക്ക് എത്തിയ ശേഷം സഞ്ജു തന്റെ കഴിവ് തെളിയിച്ചു. 2008 വിജയ് മർച്ചന്റ് ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടി അദ്ദേഹം ശ്രദ്ധ നേടുകയും വെറും 14-ാം വയസ്സിൽ തന്നെ കേരളത്തിനായി രഞ്ജി ട്രോഫി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള താരമായി മാറുകയും ചെയ്തു. പിന്നീട് 2011 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും 2013 IPL-ലും അരങ്ങേറ്റം കുറിച്ചു. ഓരോ മത്സരവും അദ്ദേഹത്തിനൊരു പരീക്ഷണമായിരുന്നു. ചിലപ്പോൾ വിമർശനങ്ങളും പരാജയങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും തന്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. ഈ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ലോകകപ്പ് വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ പൂർണ്ണമായി പൊട്ടിത്തെറിച്ചത്. ടൂർണമെന്റിലുടനീളം അദ്ദേഹം കാഴ്ചവെച്ച ബാറ്റിംഗ് ഇന്ത്യയുടെ വിജയത്തിലേക്കുള്ള അടിത്തറയായി മാറി. പവർ ഹിറ്റിംഗ്, ആത്മവിശ്വാസം, അതിശയകരമായ ടൈമിംഗ് എല്ലാം കൂടി അദ്ദേഹത്തെ ലോകകപ്പിലെ ഏറ്റവും സ്വാധീനമുള്ള താരമാക്കി. ലോകകപ്പ് വിജയത്തിനു ശേഷം സഞ്ജു സാംസൺ കേരള മുഖ്യമന്ത്രിയിൽ നിന്ന് DSP പദവിയുടെ നിയമനപത്രം ഏറ്റെടുക്കുന്ന നിമിഷം ഒരു ചരിത്ര നിമിഷമായി പലരും വിശേഷിപ്പിച്ചു. ഒരു കൈയിൽ ലോകകപ്പ് മെഡലും മറ്റേ കൈയിൽ പോലീസിന്റെ വേഷവും. ആ നിമിഷം ഒരു വ്യക്തിയുടെ വിജയമല്ലായിരുന്നു, അതൊരു കുടുംബത്തിന്റെ ത്യാഗത്തിന്റെയും വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിന്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും പ്രതീകമായിരുന്നു. ഈ കഥ നമ്മെ ഒരുപാട്
ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. വിജയം ഒരു ദിവസം ഉണ്ടാകുന്നില്ല, അത് വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിന്റെ ഫലമാണ്. പരിഹാസവും നിരാശയും കടന്ന് മുന്നോട്ടു പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ ഒരു ദിവസം ലോകം കൈയടിക്കൂ. സഞ്ജു സാംസൺ നേടിയ ഈ ബഹുമതികൾ ലോകകപ്പ് വേദിയിലെ മഹത്തായ പ്രകടനം, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ബഹുമതി, സർക്കാരിന്റെ ആദരം, സാമ്പത്തിക പുരസ്കാരം, സർക്കാർ പദവി ഇവയെല്ലാം ചേർന്ന് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ ത്യാഗങ്ങളും വലുതാകും. എന്നാൽ അതിനായി പോരാടുന്നവർക്ക് ഒരു ദിവസം ചരിത്രം തന്നെ കൈയടിക്കും എന്നതു തന്നെയാണത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.